വരുത്തിവെക്കുന്ന ഫിത്തിനെ ഞാനുങ്ങളും അനുഭവിക്കുന്നുള്ളൂ എല്ലാ രംഗത്തും. ഇക്കഴിഞ്ഞ മാസം കോഴിക്കോട് ജില്ലയിൽ കേരളത്തിലുള്ള ഓരോരോ ഡോക്ടർമാരും രേഖപ്പെടുത്തിയല്ലോ, ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ, വൃക്ക രോഗികൾ അവിടെയാ, കോഴിക്കോട് ജില്ലയിൽ. കാരണം ഭക്ഷണപ്രിയന്മാരുടെ ലോകമായി കോഴിക്കോട് മാറി. 431 ചെറുതും വലുതുമായ തട്ടുകടകളും ഹോട്ടലുകളും ഹൈടെക് സ്ഥാപനങ്ങളുമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ. അതും പകല് 3 മണി മുതൽ പുലർച്ചെ 4 മണി വരെ. ഇക്കഴിഞ്ഞ റമദാനിന് വീട്ടിലെ ഭക്ഷണം ആർക്കും മതിയാകുന്നില്ല. മക്കൾക്ക് മതിയായോ? പലർക്കും വീട്ടിലെ ഭക്ഷണം വേണ്ട, തുറന്ന ഉടനെ തന്നെ പോവുകയാണ്. എന്ത് തിന്നാൻ? ആൾക്കാർക്ക് എന്തൊന്നു പോലും അറിയാത്ത ഭക്ഷണ സാധനം, ആമാശയത്തെ ദ്രവിപ്പിച്ച് കളയുന്ന ഭക്ഷണം. ഞാൻ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട്. റമദാന്റെ രാത്രിയിൽ ഞാനിങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെ പ്രഭാഷണത്തിന് പോകുമ്പോ അവിടെയുള്ള ഓരോ ബോർഡുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചത്. അവിടെ ഉണ്ടാവാം കേട്ടോ, നാദാപുരത്ത് ഉണ്ടാവാം, എല്ലായിടത്തിലും ഉണ്ടാകും. നോമ്പാകുമ്പോ അതൊരു ഫാഷനാ, ഫുഡ് രാത്രി റോഡ് സൈഡിൽ സ്ട്രീറ്റ് ഫുഡ്. ഞാൻ അതിലിങ്ങനെ ബോർഡുമ്പോൾ നോക്കുമ്പോ മുമ്പിലുള്ളത് കുറെ ഭരണിയിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചതാ. സാധാരണ ഉപ്പിലിട്ട് വെച്ചതെന്നുള്ള കോലത്തിലാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷെ ബോർഡുമ്പോലുള്ള പേരെന്താ രസം അറിയോ? വേട്ടാളൻ, കാട്ടാളൻ, ഉദരം കലക്കി, ആത്മാവേപ്പോ. മനുഷ്യന്റെ അട്ട വയറിലേക്ക് എന്താന്ന് പോലും അറിയാത്ത സാധനങ്ങൾ കുത്തിക്കേറ്റുന്നവര്. വൃക്ക രോഗികൾ കൂടിക്കൊണ്ടിരിക്കുക, വന്ധ്യത കൂടിക്കൊണ്ടിരിക്കുക, സ്ത്രീകൾക്ക് വരെ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ പേരുകേട്ട 10ഓളം അതുരാലയങ്ങൾ ആശുപത്രികളിൽ. കോഴിക്കോട് ജില്ലയിലെ 3 പേരുകേട്ട ആശുപത്രി അമേരിക്കൻ ബേസ് ചെയ്ത കമ്പനി 7000 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ല, പത്രം പറഞ്ഞ. ഇന്ത്യൻ ഗവൺമെന്റ് അനുവാദം കൊടുത്തു. ബേബി മെമ്മോറിയൽ, മിംസ് ഹോസ്പിറ്റൽ, മൈത്ര ഹോസ്പിറ്റൽ, 3 സ്ഥാപനങ്ങളിൽ 7000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് അമേരിക്കൻ ബേസ് ചെയ്ത ഇംഗ്ലീഷ് കമ്പനിയാണ്. അതിനവര് പറഞ്ഞ മറുപടി, ലാഭകരമായ കേരളത്തിലെ ബിസിനസ് ഒന്ന് ഹോട്ടലും ഒന്ന് ഹോസ്പിറ്റലുമാണ്. എത്ര സൂക്കേട് നമ്മൾ വന്നു. 25-ാമോ 30-ാമത്തെ വയസ്സിൽ അതാ ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞ് ആർക്ക്? ചെറുപ്പക്കാരന്. 12 വയസ്സുള്ള കുട്ടിക്ക് ഡയബറ്റിക്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നിയന്ത്രിതമല്ലാത്ത സംസ്കാര രീതിയിലേക്ക് നമ്മൾ മാറിയപ്പം കുടുംബം ഇങ്ങനെ കൈവിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങി. ശൈലികൾ മാറി. രാത്രി മുഴുവനും റോട്ടില്, പകല് മുഴുവനും കിടന്നുറങ്ങുക. അല്ല രാത്രിയെ പറ്റി പറഞ്ഞതെന്താ? രാത്രി നിങ്ങൾ ഉറങ്ങണം, ഉറങ്ങിയേ മതിയാവും. അപ്പൊ ചിലര് ചോദിക്കും, രാത്രി പണിയെടുക്കുന്നവരൊക്കെ അല്ലേന്ന്. അതല്ലല്ലോ ഇത്. രാത്രി അനാവശ്യമായി റോട്ടിന്റെ സൈഡ് കുത്തിരുന്ന് കഥ പറഞ്ഞ് സൊള്ളി രാത്രി 1 മണിക്കും 2 മണിക്കും വരെ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിന്റെ ഹാങ് ഓവറോട് കൂടി വന്നു കിടന്ന് രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കാത്ത മകനെ തട്ടി വിളിച്ചിട്ട് ഉമ്മ പറയാ, ഈ എണീക്കുമ്പോ കുടിച്ചോളൂ വേണ്ടി ഞാൻ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട്, ഉമ്മക്ക് വേറെ കുറെ തിരക്കുണ്ട്.